അരുൺ പാറാട്ടുണ്ട്. അവിടെ നടക്കുന്ന ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെയും അതുപോലെ നമസ്കാരത്തിൻ്റെയും വിശദാംശങ്ങളുമായി അരുൺ പാറാട്ട് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. അരുൺ, ഈദ് മുബാറക്. എല്ലാ ഗൾഫ് മലയാളികൾക്കും നമ്മുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഗുഡ് മോർണിംഗ്, പറയൂ. ഈദ് മുബാറക് എൽകെൻ. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ഈദുൽ ഫിത്തർ, അതായത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം നോമ്പിന്റെ പുണ്യം നേടിയാണ് വിശ്വാസികൾ ഈ പെരുന്നാൾ ആഘോഷിക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. പള്ളികളിൽ തക്ബീർ ധ്വനികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് കേൾക്കാം. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തവണ റമദാൻ മാർച്ച് 11-നാണ് ആരംഭിച്ചത്. യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ റമദാൻ 30 പൂർത്തിയാക്കിയാണ് ഇത്തവണ പെരുന്നാൾ എത്തുന്നത് എന്ന പ്രത്യേകതയാണ്. ഒമാനിൽ റമദാൻ 29 പൂർത്തിയാക്കിയാണ് പെരുന്നാൾ ആഘോഷിക്കുക. ഏറെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒരേ ദിവസം തന്നെ ഈ പെരുന്നാൾ എത്തുന്നത്. യു എയിലെ എല്ലാ എമിറേറ്റുകളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും എല്ലാം പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 6:15 മുതലാണ്, ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് യു എയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരവും ആരംഭിക്കാൻ. ദുബായിൽ രാവിലെ 6:20-നാണ് പ്രാർത്ഥന. അബുദാബിയിൽ 6:22-ന്. ഈ രീതിയിലാണ് വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും എല്ലാം തന്നെ നമസ്കാരത്തിനായി ആളുകൾ എത്തിക്കഴിഞ്ഞു. വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. വിവിധ രാജ്യക്കാരായ ആളുകൾ താമസിക്കുന്ന രാജ്യം കൂടിയാണ് യു എ. അതിനാൽ തന്നെ പ്രാർത്ഥനകൾക്ക് വിവിധ രാജ്യക്കാരായ ആളുകൾ ഒരുമിച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറബിക്ക്, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങി വിവിധ ഭാഷകളിൽ പെരുന്നാൾ ഖുതുബ നടക്കും. കൂടുതൽ വിദേശ ഭാഷകളിൽ ഇത്തരത്തിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് ദുബായിലാണ്. ഇതര എമിറേറ്റുകളിലെ ഭൂരിഭാഗം പള്ളികളിലും അറബിയിൽ അടക്കമായിരിക്കും ഖുതുബ നടക്കുക. അപൂർവം ചിലയിടങ്ങളിൽ ഇംഗ്ലീഷിലും നടക്കും. അതോടൊപ്പം മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും 3 ഈദ്ഗാഹുകൾ ഉണ്ടാകും. ദുബായിൽ 2 ഷാർജയിൽ 1 ഈദ്ഗാഹുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ദുബായിൽ അൽഖൂസിലെ അൽമനാർ ഇസ്ലാമിക് സെന്റർ ഗ്രൗണ്ടാണ് ഒന്ന്. ഇവിടെ മൗലവി അബ്ദുൽ സലാം മോങ്ങവും അതോടൊപ്പം തന്നെ കിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റ് സമീപവും ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഞാനിപ്പോഴുള്ളത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. ഇവിടെയുള്ള ഈ പെരുന്നാൾ നമസ്കാരത്തിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകുന്നത്. യു എ ഇത്തരത്തിൽ ദുബായിലും ഷാർജയിലും മാത്രമാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹിന് അനുമതി ലഭിച്ചിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഏതായാലും വലിയ തോതിലുള്ള ആഘോഷത്തിൽ തന്നെയാണ് പ്രവാസി മലയാളികൾ എല്ലാവരും തന്നെ. പെരുന്നാൾ പ്രമാണിച്ച് വലിയ മാളുകളിലൊക്കെ തിരക്ക് ഇന്നലെ തന്നെ വലിയ തോതിലായിരുന്നു. 30 നോമ്പ് ലഭിച്ചതോടെ ഷോപ്പിംഗ് അടക്കം വലിയ തോതിൽ നടത്തുന്ന. ഓക്കെ, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്കൊപ്പം അരുൺ പാറാട്ടാണ് ചേർന്നത്. ഗൾഫ് മലയാളികളും ചെറിയ പെരുന്നാൾ നമസ്കാരത്തിലാണ്.